ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കൂന്തലിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താലോ. ഒരു സൈഡ് ഡിഷായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു സ്നാക്സ് ആയിട്ടോ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയൊരു സൂപ്പർ ഐറ്റമാണിത്. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ നന്നായി ക്ലീൻ ചെയ്ത കുറച്ച് കൂന്തൽ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ വെയിറ്റ് 1/2 കിലോ ആയിരുന്നു. ഇത് ചെറിയ കൂന്തലാണ്. അപ്പോൾ നമുക്ക് ഒന്നിനെ ഇതേപോലത്തെ ചെറിയ ചെറിയ 5 പീസാക്കിയിട്ട് മാറ്റാം. ഇതേപോലെ റൗണ്ടിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇവയൊക്കെ ചേർത്തിട്ട് നമുക്ക് കൂന്തൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. കാശ്മീരിക്ക് പകരമായിട്ട് നമ്മൾ നോർമൽ മുളക് പൊടി എടുക്കാം, പക്ഷേ കാശ്മീരി ചേർക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും. ഇനി നമുക്ക് കൂന്തൽ കവർ ചെയ്യാനുള്ളൊരു മിക്സ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബോക്സിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ, വറുത്തതോ അല്ലാത്തതോ, പിന്നെ 4 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇവ ചേർത്തിട്ട് ഇതേപോലെ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കൂന്തലിനൊന്ന് വേവിച്ചെടുക്കണം. ഒരു പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് തിളക്കുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച കൂന്തലിട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 3 മിനിറ്റൊക്കെ മതി കേട്ടോ കൂന്തൽ കുക്ക് ചെയ്യാൻ. ഒരുപാട് സമയം നമ്മൾ കൂന്തൽ കുക്ക് ചെയ്താൽ കൂന്തലിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും, ഭയങ്കര ഹാർഡായിട്ട് മാറും. പിന്നെ നമ്മൾ കൂന്തൽ കുക്ക് ചെയ്യാൻ ഇത്രയും വെള്ളം എടുത്തത് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഇല്ലാതെ നമുക്ക് കൂന്തൽ കുക്ക് ചെയ്തെടുക്കാം, പക്ഷേ ചിലപ്പോൾ ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ കൂന്തൽ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിനെ വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾ വേവിച്ചെടുത്ത കൂന്തൽ നേരത്തെ തയ്യാറാക്കി വെച്ചൊരു മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളെ കൂന്തൽ ചെറുതായിട്ട് നനവുണ്ടാവണം. ആ ഒരു നനവുണ്ടെങ്കിൽ മാത്രമേ കൂന്തലിൻ്റെ മേലെ ഈ കോട്ടിങ് നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ കൂന്തൽ നന്നായി കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഓയിലിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ കോട്ട് ചെയ്ത് വെച്ച നമ്മുടെ കൂന്തലിട്ട് കൊടുക്കുക. നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കൂന്തൽ നമ്മൾ നേരത്തെ നന്നായിട്ട് കുക്ക് ചെയ്താണ്, അപ്പോൾ അതിൻ്റെ മുകളിൽ ആ കോട്ടിങ് മാത്രം ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ കൂന്തൽ ഓയിലേക്ക് ഇട്ട് ഉടനെ തന്നെ ഇങ്ങനെ ഇളക്കാൻ പാടില്ല. അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ആ കോട്ടിങ് പോവും. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് വിട്ടു നിന്നോ, ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു. ബൈ ബൈ.